യെസ്, പരിശോധന തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ കരുതിയിരുന്നത് പോലെ ഏതാണ്ട് 40 മീറ്റർ കരയിൽ നിന്ന് 40 മീറ്റർ അകലെയുള്ള ആ മൺകൂനകൾക്കുള്ളിലാണ് 2 സിഗ്നലുകൾ ലഭിച്ചത്. അത് നേവിക്കും ആർമിക്കും ആ സിഗ്നലുകൾ കിട്ടിയിരുന്നു. അവിടേക്ക് ഈ യന്ത്രക്കൈകൾ ഇറങ്ങി പരിശോധന നടത്തുമെന്നാണ് കരുതിയിരുന്നത്. പക്ഷേ അത്രത്തോളം ദീർഘമായി പരിശോധന നടത്താൻ, അത്രയും ദൂരേക്ക് പരിശോധന നടത്താൻ പറ്റുന്ന സാഹചര്യമില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അരുൺ പൂപ്പറമ്പ വിവരങ്ങൾ നൽകും. അരുൺ, ഈ പരിശോധന നമ്മൾ കരുതിയതുപോലെ ആ യന്ത്രക്കൈകൾക്ക് മൺകൂനയ്ക്കുള്ളിലേക്ക് കടന്ന് പരിശോധന നടത്താൻ കഴിയുന്ന സാഹചര്യമില്ല എന്നാണോ നമ്മൾ കരുതേണ്ടത്? അങ്ങനെയാണെങ്കിൽ അതിനൊരു പ്ലാൻ ബി ഉണ്ടോ? മറ്റ് സാധ്യതകളുണ്ടോ? വിജയകുമാർ, അതിൽ നിലവിലൊരു അനിശ്ചിതത്വം തുടരുകയാണ്. അവിടെ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഈ യന്ത്രക്കൈകൾ അതായത് നമ്മൾ റഡാറിൻ്റെയും സോണാറിൻ്റെയും പരിശോധനയിൽ ലഭിച്ചിട്ടുള്ള സിഗ്നലുകൾ ഉള്ള മൺകൂനക്കടുത്തേക്ക് നിലവിൽ എത്തിയിട്ടില്ല. അത് എത്തിക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അത് കുറച്ച് പ്രായോഗികമല്ല എന്നതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കുന്നത്. അവിടെ ഉള്ളവർ അങ്ങനെയാണ്, രക്ഷാദൗത്യത്തിൽ ഏർപ്പെട്ടിട്ടുള്ളവർ അങ്ങനെയാണ് നമുക്ക് നിലവിൽ വിവരം നൽകുന്നത്. എന്തായാലും അത് പൂർണ്ണമായി നമുക്കങ്ങനെ സ്ഥിരീകരിക്കാൻ കഴിയില്ല. നിലവിൽ അത്തരത്തിലുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. അവർ അവിടെ ഈ സംവിധാനം അവിടെ എത്തിക്കുകയും അതിനുശേഷം വളരെ നമുക്കറിയുന്നത് പോലെ ഈ പുഴയോട് ചേർന്ന ഒരു മൺകൂമ്പാരമുണ്ട്, അതിനോട് ചേർത്ത് തന്നെയാണ് ഇതിനെ അവിടെ ലാൻഡ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ഇതിൻ്റെ അടുത്തത് ഇതിൻ്റെ ഓപ്പറേഷനാണ്. ആ ഓപ്പറേഷന് വേണ്ടി നടത്തി ഇതിൻ്റെ ദീർഘമേറിയ കൈ ആ പുഴയിലേക്ക് താഴ്ത്തുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ അത് ഈ വലിയ കൂമ്പാരം അതിനേക്കാൾ കുറച്ചും കൂടി അകലെയാണ് എന്നതാണ് ഇപ്പോൾ നമ്മൾ എന്തായാലും മനസ്സിലാക്കുന്നത്. ഒരല്പസമയത്തിനും കൂടി അതുമായി ബന്ധപ്പെട്ട് അവിടെ ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നവരും അവിടുത്തെ ഉദ്യോഗസ്ഥരും തമ്മിൽ ചില ചർച്ചകൾ ഉൾപ്പെടെ നടക്കുന്നുണ്ട് എന്നതാണ് നമ്മൾ ഇപ്പോൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. അല്പസമയത്തിനകം അതങ്ങനെ സാധ്യമാവുകയോ അല്ലെങ്കിൽ ഇപ്പോൾ നിലവിലെ ആ സംവിധാനം ഉപയോഗിച്ച് ഈ മൺകൂമ്പാരത്തിൽ പരിശോധന നടത്താൻ സാധിക്കാതെ വരികയോ ചെയ്യുമോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത അല്പസമയത്തിന് ഉണ്ടാകും. നിലവിൽ നമുക്ക് മനസ്സിലാക്കുന്നതനുസരിച്ച് നിലവിൽ ഈ സംവിധാനം ഓപ്പറേറ്റ് ചെയ്യുന്ന എക്സ്കവേറ്റർ ഓപ്പറേറ്റ് ചെയ്യുന്ന പ്രതിനിധികളും അതോടൊപ്പം തന്നെ ഈ ഉദ്യോഗസ്ഥരും തമ്മിൽ അവർ അവിടെ നിന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ എന്തായാലും ഈ മൺകൂമ്പാരത്തിൽ ഈ ദീർഘമേറിയ ഇതിൻ്റെ ഈ മണ്ണുമാന്ത്രിയ യന്ത്രത്തിൻ്റെ കൈകൾ ഉപയോഗിച്ചുള്ള പരിശോധന ആരംഭിച്ചിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതിലിപ്പോഴും ഒരു അനിശ്ചിതത്വം തുടരുകയാണ്. നമ്മളേറെ പ്രതീക്ഷയോടെയാണ്, കാരണം ആ സിഗ്നൽ ലഭിച്ചെടുത്ത് 60 അടി താഴ്ചയിൽ ഇതിന് പരിശോധന നടത്താൻ സാധിക്കുമെങ്കിൽ അത് ഇനിയുള്ള മണിക്കൂറുകളിലേറെ നിർണായകമാകും എന്ന് നമ്മൾ കരുതിയതാണ്. അപ്പോൾ നിലവിലാണ് ഇപ്പോൾ ഒടുവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് അതിൽ അല്പം കൂടി ഒരു അനിശ്ചിതത്വം തുടരുന്നുണ്ട്. എന്നാൽ അല്പസമയം നമുക്ക് സ്ഥിരീകരിക്കാനായിട്ടില്ല. അല്പസമയത്തിനകം അതിൽ കൂടുതൽ അപ്ഡേഷൻ നമുക്ക് ലഭിക്കും. എന്താണ് നിലവിൽ അവിടുത്തെ ഒരു സാഹചര്യമെന്ന് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കും. വിജയകുമാർ.